ടി വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. ഹൃദയാഘാതമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. വിദഗ്ധ സംഘം MTയെ നിരീക്ഷിക്കുകയാണ്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് MTയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചത് MDയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ എന്നൊരു വിവരം തന്നെയാണ് മെഡിക്കൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത്. 2 ആഴ്ച മുൻപാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും പിന്നീട് മെഡിക്കൽ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് അറിയാൻ സാധിച്ചത് MDയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധി പ്രമുഖരായ ആളുകളൊക്കെ തന്നെയും ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരിഹരൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് തുടങ്ങി നിരവധി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. നമുക്ക് അറിയാൻ കഴിഞ്ഞത് 24 മണിക്കൂറിന് ശേഷം MD ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിലാണ്. 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പറയുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ MDയുടെ ബന്ധുക്കളടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. MDയുടെ മകൾ 2 ആഴ്ചയ്ക്ക് മുൻപാണ് ഇവിടെ വന്നു പോയത്. MDയെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു മടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. MN കാരശ്ശേരി അടക്കമുള്ള പ്രശസ്ത സാഹിത്യകാരന്മാരും ഈ ആശുപത്രിയിലുണ്ട്. 24 മണിക്കൂറത്തെ ഒബ്സർവേഷനിലാണ് അദ്ദേഹം ഉള്ളത്. ആരോഗ്യനില തൃപ്തികരമല്ല എന്നൊരു ദുഃഖകരമായ ഒരു വിവരം തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ദേവിക, ശരി, എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. ദിസ്നയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.